ഭഗവത്ഗീത പഠനത്തിനായി ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെയും ഗീതാ സ്വാധ്യായ സമിതിയുടെയും നേതൃത്വത്തിൽ ഗീതയാനം ഏകദിന സെമിനാർ നടത്തി. VSSC മുൻ ഡയറക്ടർ ഉണ്ണികൃഷ്ണൻ നായർ, മാതാ അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ, ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ R. സഞ്ജയൻ, സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ അജിത് നീലകണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഭഗവത്ഗീത പഠനത്തിന് യുവജനങ്ങളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ ഗീതാ സ്വാധ്യായ സമിതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഏകദിന ഗീതാ സെമിനാർ സംഘടിപ്പിച്ചു. VSSC മുൻ ഡയറക്ടർ ഡോക്ടർ S. ഉണ്ണികൃഷ്ണൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. തലമുറകളെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള ഒന്നാണ് ഭഗവത്ഗീത എന്ന് അദ്ദേഹം പറഞ്ഞു. ഭഗവത്ഗീത മോക്ഷത്തിന്റെ ശാസ്ത്രവും ജീവിത വിജയത്തിന്റെ മാർഗവുമാണെന്ന് മാതാ അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ പറഞ്ഞു. ഭഗവത്ഗീത മോക്ഷത്തിന് വേണ്ടിയുള്ളവർക്ക്, മോക്ഷത്തിന് അധികാരമുള്ളവർക്ക് മോക്ഷവും, യുവത്വത്തിൽ നേട്ടങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്നവർക്ക്, അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക്, ആ ഒരു ആഗ്രഹത്തോടുകൂടി സമീപിക്കുന്നവർക്ക് ദക്ഷതയും പ്രദാനം ചെയ്യുന്നു. ഭഗവത്ഗീതയുടെ 2 പ്രയോജനങ്ങളാണ്. ഇത് വലിയൊരു വിഷയമാണ്. നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം തുടങ്ങുമ്പോൾ ഗ്രന്ഥ പ്രയോജനം എന്താണെന്നുള്ളൊരു ചർച്ചയുണ്ട്. ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ശങ്കരാചാര്യ സ്വാമിയുടെ ഭാഷ്യമൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, അധികാരി ആരാണ്, ഈ ഗ്രന്ഥത്തിന് അധികാരി, ഇത് പഠിക്കാനുള്ള അർഹത ആർക്കാണുള്ളത്, ഈ ഗ്രന്ഥത്തിൻ്റെ വിഷയം എന്താണ്, ഈ ഗ്രന്ഥത്തിൻ്റെ പ്രയോജനം എന്താണ്, പിന്നെ സംബന്ധം എന്താണ്, ഇതിന് അധികാരമുള്ളവന് ഈ വിഷയമായിട്ട് എന്ത് സംബന്ധം, ഈ അധികാരമുള്ളവന് ഈ പ്രയോജനമായിട്ട് എന്ത് സംബന്ധം, ഈ വിഷയത്തിന് ഈ അധികാരിയായിട്ട് എന്ത് സംബന്ധം, വിഷയത്തിന് പ്രയോജനമായിട്ട് എന്ത് സംബന്ധം, അങ്ങനെ സംബന്ധം, ഇങ്ങനെ 4 വിഷയങ്ങൾ എല്ലാ ഗ്രന്ഥങ്ങളുടെയും തുടക്കത്തിൽ ചർച്ച ചെയ്യും. അനുബന്ധ ചതുഷ്ടയം എന്നാണ് പറയുന്നത്. സ്വാഗത സംഘം ജനറൽ കൺവീനർ BS ബസന്തകുമാർ, ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ സഞ്ജയൻ, സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ അജിത് നീലകണ്ഠൻ എന്നിവരും പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.